എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇത്തിക്കര, കൊട്ടിയം, ഉമയനല്ലൂർ, മേവറം, പാലത്തറ എന്നീ ഭാഗങ്ങളിലെ നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. പാരിപ്പള്ളി മുതൽ ഇത്തിക്കര വരെയുള്ള വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐകാർഡിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് ഇത്തിക്കര പാലത്തിൻ്റെ അടുത്ത് നിന്നാണ്. കൊല്ലം ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇത്തിക്കരയിൽ നിർമ്മിക്കുന്ന പുതിയ 2 പാലങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ പാലത്തിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നീണ്ടകാലത്തെ സമരത്തിന് ശേഷമാണ് ഇത്തിക്കരയിൽ ഒരു അടിപ്പാത അനുവദിച്ചത്. 3 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള ഒരു ഭൂഗർഭ അടിപ്പാതയാണ് ഈ ഭാഗത്തായി അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. കാൽനട യാത്രക്കാർക്കും വളരെ ചെറിയ വാഹനങ്ങൾക്കും കടന്നു പോകാൻ പാകത്തിലുള്ള ഒരു അടിപ്പാതയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഇത്തിക്കര പാലം അല്പം കൂടി ഉയർത്തി നിർമ്മിച്ചിരുന്നെങ്കിൽ പാലത്തിൻ്റെ അടിവശത്തു കൂടി ഒരു യു-ടേൺ സംവിധാനത്തിലൂടെ 2 സൈഡിലേക്കും വാഹനങ്ങൾക്ക് സുഗമമായി പോകാമായിരുന്നു. ഇപ്പോൾ നിർമ്മിക്കുന്ന അടിപ്പാത സർവീസ് റോഡുമായി യാതൊരുവിധ കണക്ടിവിറ്റിയും ഇല്ല. അതിനാൽ ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. മെയിൻ റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോകാം എന്നല്ലാതെ ഈ ഒരു അടിപ്പാത കൊണ്ട് മറ്റൊരു ഉപയോഗവുമില്ല. ഇവിടെ സർവീസ് റോഡിനോട് ചേർന്നുള്ള നടപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികളും കഴിഞ്ഞിട്ടുണ്ട്. ഇൻ്റർലോക്കുകളെല്ലാം പാകി സർവീസ് റോഡിനെയും നടപ്പാതയും വേർതിരിക്കുന്ന ഭാഗത്ത് സ്റ്റീലിൻ്റെ ബാരിയറുകളും ഇടവിട്ടായി നിർമ്മിച്ചിരിക്കുന്നതായി കാണാം. ഇത് മൈലക്കാട് ജംഗ്ഷൻ വരുന്ന ഭാഗമാണ്. ഇവിടെ സർവീസ് റോഡ് അല്പം ഉയരത്തിലാണ് കടന്നു പോകുന്നത്. മെയിൻ റോഡിൻ്റെ ഭാഗത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞു കിടക്കുകയാണ്. 2 റോഡിൻ്റെയും സെക്കൻഡ് ലെയർ ടാറിങ് നടത്തി അതിൽ ലൈൻ മാർക്കിങ്ങുകളൊക്കെ ചെയ്തിരിക്കുന്നതായി കാണാം. മൈലക്കാട് അടിപ്പാതയുടെ 2 സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ഇപ്പോൾ അടിപ്പാതയുടെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡാണ് പൂർണ്ണമായും പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. മൈലക്കാട് അപകടം നടന്ന ഭാഗമാണ്. ഇവിടുത്തെ മണ്ണ് പൂർണ്ണമായും നീക്കിയിട്ടില്ല. ഇനിയും ആറിവാൾ പാനലുകളൊക്കെ റിമൂവ് ചെയ്ത് മാറ്റാനുണ്ട്. ഇവിടെ പല ഭാഗങ്ങളിലും സോയിൽ ടെസ്റ്റുകൾ നടന്നതായി കാണാം. ഇതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇനി എത്ര പിയറുകളാണ് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നതെന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ 4-5 സ്ഥലത്താണ് സോയിൽ ടെസ്റ്റിംഗ് ഒക്കെ നടന്നിരിക്കുന്നത്. പൈലിംഗ് പ്രവൃത്തികളൊന്നും ആരംഭിച്ചിട്ടില്ല. ഇത്രയും നീരൊഴുക്കുള്ള ഈ ഒരു ഭാഗത്ത് വളരെ ചെറിയൊരു കൾവട്ടാണ് അവർ നിർമ്മിച്ച് അതിന് മുകളിൽ ആറിവാൾ പാനലുകളൊക്കെ ഉയർത്തി വന്നത്. ഇത്രയും വെയിറ്റ് താങ്ങാനുള്ള ശേഷി ഇവിടുത്തെ മണ്ണിനില്ല. അതിനെ തുടർന്നാണ് ഈ ഒരു കൾവട്ട് 2ആയി പൊട്ടുകയും ആറിവാൾ പാനലുകളൊക്കെ താഴേക്ക് ഇരുന്നു പോവുകയും ചെയ്തത്. ഈ സമാനമായ രീതിയിലാണ് പല പ്രദേശങ്ങളിലും നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ കൊട്ടിയം പറക്കുളത്തായാലും ഇതുപോലെ തന്നെയാണ്. ഒരു ചെറിയ കൽവട്ട് നിർമ്മിച്ച് അതിന് മുകളിലാണ് ആറിവാൾ പാനലുകളൊക്കെ അടുക്കി വച്ചിരിക്കുന്നത്. അതിലെ കൽവട്ടിനുണ്ടായ ഡാമേജ് മൂലമാണ് ചില ആറിവാൾ പാനലുകളൊക്കെ താഴേക്ക് ഇരുന്നിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തും ഇതുപോലെ പൂർണ്ണമായും പൊളിച്ചു മാറ്റി നല്ല രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മുക്കടയ്ക്കും പാരിപ്പള്ളിക്കും ഇടയ്ക്കും ഇതേ സമാനമായ ഒരു പ്രദേശമുണ്ട്. അവിടെയും വളരെ ചെറിയൊരു കൾവട്ട് നിർമ്മിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടന്നിരിക്കുന്നത്. പാരിപ്പള്ളി മുതൽ മുക്കട വരെ ഏകദേശം 1 കിലോമീറ്റർ അടുത്തുള്ള ഭാഗത്താണ് പൂർണ്ണമായും ആറിവാൾ ഉയർത്തി വച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്നത് കൊട്ടിയം ഭാഗത്തേക്കാണ്. ഇത് സിതാര ജംഗ്ഷനാണ്. ഈ ഒരു ഭാഗത്താണ് ഒരു എക്സിറ്റ് പോയിൻ്റ് നിർമ്മിച്ചിരിക്കുന്നത്. കൊട്ടിയം കുണ്ടറ ഭാഗത്തൊക്കെ പോകുന്ന വാഹനങ്ങൾ ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് വഴിയാണ് പോകേണ്ടത്. ഇവിടെ സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ.
കൊട്ടിയത്തെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണവും ഇപ്പോൾ അവസാന ഘട്ടത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമരത്തെ തുടർന്ന് ഈ ഒരു ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഫ്ലൈ ഓവറിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൽ മാത്രമാണ് ഇനി ഏകദേശം 100 മീറ്ററോളം ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ ബാക്കിയായി ഉള്ളത്. വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയാക്കി ലൈൻ മാർക്കിംഗ് വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ മുതൽ കൊട്ടിയം ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള നടപ്പാതകൾ ഒന്നിടവിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നിർമ്മിച്ചിരിക്കുന്നതായി കാണാം. പല ഭാഗങ്ങളിലും വീതി വളരെ കുറവാണ്. ജനകീയ സമരത്തെ തുടർന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി നടത്തിയ ചർച്ചയുടെ ഒടുവിൽ കൊട്ടിയം ജംഗ്ഷനിൽ നിർമ്മിച്ചിരിക്കുന്ന ആറിവാൾ പാനലുകൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റി പുതുതായി പിയറിൽ പാലങ്ങൾ നിർമ്മിക്കണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കൊട്ടിയം ജംഗ്ഷനിൽ നിർമ്മിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഫ്ലൈ ഓവറിൻ്റെ തെക്ക് സൈഡിൽ 350 മീറ്ററും വടക്ക് സൈഡിലായി 350 മീറ്ററും എക്സ്റ്റെൻഡ് ചെയ്ത് പുതുതായി പാലങ്ങൾ നിർമ്മിക്കണമെന്ന ആവശ്യമാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തെയും സോയിൽ ടെസ്റ്റിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഏകദേശം 3 മാസമെങ്കിലും എടുക്കും ഇതിൻ്റെ റിപ്പോർട്ട് വരാനായിട്ട്. ഇതനുസരിച്ചായിരിക്കും സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പുതുതായിട്ടുള്ള പാലം അനുവദിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ അപ്രോച്ച് റോഡിൻ്റെ പല ഭാഗങ്ങളിലും മീറ്ററുകളോളം ദൂരത്തിൽ വിള്ളലുകളൊക്കെ കണ്ടു തുടങ്ങി. ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തേക്ക് മറ്റുള്ളവർക്ക് പ്രവേശനമില്ല, പൂർണ്ണമായും അടച്ചിരിക്കുന്ന അവസ്ഥയാണ്. പല വിള്ളലുകളും രൂപപ്പെടുമ്പോൾ തന്നെ അവർ മണ്ണ് ഉപയോഗിച്ച് അടയ്ക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് മുകളിലായി ടാറിംഗ് മിശ്രിതങ്ങൾ ഒഴിച്ച് മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. പല വീഡിയോകളിൽ നമ്മൾ കണ്ടതാണ് കുട്ടിയത്തിനും ഈ പറകുളത്തിനും ഇടയ്ക്കായിട്ടുള്ള ഭാഗത്ത് വിള്ളലുകൾ രൂപപ്പെട്ടതും അത് മറയ്ക്കാനുള്ള ശ്രമം നടന്നതുമൊക്കെ. പല ചർച്ചകളും നടന്നെങ്കിലും ഒന്നിനും ഫലം കണ്ടിട്ടില്ല. ഉമയനല്ലൂരിലും സമാനമായ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഇവിടെയും പൊളിച്ചു പണിയണം എന്ന ആവശ്യമാണ്. കാരണം എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെയുള്ള നിർമ്മാണ പ്രവൃത്തിയാണ് നടന്നിരിക്കുന്നത്. മിക്ക നിർമ്മാണം നടന്ന ഭാഗങ്ങളിലും വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടില്ല. ഇനി ഓടി തുടങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നും പറയാൻ കഴിയില്ല. ഉമയനല്ലൂരും ഇപ്പോൾ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പൊളിച്ചു പണിയുന്നതിന് വേണ്ടിയുള്ള സമരം നടക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് മേവറം ഭാഗത്തേക്കാണ്. മേവറത്തും ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തി പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. മേവറം പൂർണ്ണമായും ഒരു ചതുപ്പ് പ്രദേശമാണ്. ഇവിടെയാണ് ഇപ്പോൾ 2 സൈഡിലും ആറിവാൾ പാനലുകളൊക്കെ ഉയർത്തി വരുന്നത്. ഇവിടെയും മറ്റ് ഭാഗങ്ങൾക്ക് സമാനമായ രീതിയിലാണ് കൾവെട്ടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. മേവറം മുതൽ പിന്നെ കൊല്ലം ബൈപ്പാസിലെ എല്ലാ സ്ഥലങ്ങളും നോക്കുകയാണെങ്കിൽ ഒരുപോലെയുള്ള ഭൂപ്രകൃതിയാണ്. ആറിവാൾ പാനലുകൾ കൊണ്ടുള്ള നിർമ്മാണ രീതി ഈ ഭാഗത്തൊന്നും അനുയോജ്യമല്ല. ഇത് മേവറത്തിനും പാലത്തിറയ്ക്കും ഇടയ്ക്കുള്ള ഭാഗമാണ്. ഇവിടെ ഓരോ എൻട്രി പോയിൻറ്റുകളും എക്സിറ്റ് പോയിൻറ്റും വരും. എൻട്രി പോയിൻറ്റ് എക്സിറ്റ് പോയിൻറ്റും വരുന്ന ഭാഗത്ത് ഇപ്പോൾ സ്ഥലം വിട്ടിരിക്കുകയാണ്. അവിടെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണ പ്രവൃത്തിയൊന്നും നടന്നിട്ടില്ല. കൂടാതെ ലൈൻ മാർക്കിങ്ങുകളും ചെയ്തിരിക്കുന്നതായി കാണാം. കൊല്ലം ബൈപ്പാസിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ ഒരു എക്സിറ്റ് പോയിൻറ്റ് വഴി മേവറത്ത് വന്ന് തിരിഞ്ഞ് കൊല്ലം ടൗണിലേക്ക് പോകാവുന്നതാണ്. ഈ ഒരു സൈഡിൽ ഒരു എൻട്രി പോയിൻറ്റും ഉണ്ട്. ആ ഒരു എൻട്രി പോയിൻറ്റ് വഴി മെയിൻ റോഡിലേക്കും പ്രവേശിക്കാവുന്നതാണ്. പാലത്തറയിലെയും അടിപ്പാതയുടെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുകയാണ്. അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി GSB നിരത്തി ടാറിംഗ് വർക്കുകൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. നമുക്ക് റോഡിൻ്റെ മറുവശത്തെ കാഴ്ചകൾ കൂടി ഒന്ന് കാണാം. ഈ ഒരു ഭാഗത്താണ് ഒരു എക്സിറ്റ് പോയിൻ്റ് വരുന്നത്. മേവറത്ത് പൂർണ്ണമായും വയാഡക്റ്റ് നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഈ ആറിവാൾ പാനലുകളൊക്കെ പൂർണ്ണമായും പൊളിച്ച് നീക്കപ്പെടേണ്ടതുണ്ട്. മേവരം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു എൻട്രി പോയിൻറ്റും ഒരു എക്സിറ്റ് പോയിൻറ്റും നിർമ്മിച്ചിട്ടുണ്ട്. കൊല്ലം ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഒരു എൻട്രി പോയിൻ്റ് വഴിയാണ് നേരെ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കേണ്ടത്. എൻട്രി പോയിൻ്റ് കഴിഞ്ഞ് ഒരു 100 മീറ്റർ എത്തുന്നതിന് മുന്നേ തന്നെയാണ് അടുത്ത എക്സിറ്റ് പോയിൻ്റ് വരുന്നത്. ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് വഴി നേരെ ഉമയനല്ലൂർ ഭാഗത്തേക്കൊക്കെ പോകാം. ഇത് ഉമയനല്ലൂർ അടിപ്പാതയുടെ മുകൾ ഭാഗമാണ്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കി ലൈൻ മാർക്കിങ്ങുകളൊക്കെ ചെയ്തിരിക്കുന്നതായി കാണാം. ഇവിടെ നിന്ന് നേരെ നോക്കുകയാണെങ്കിൽ കൊട്ടിയത്ത് നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ് കാണുന്നത്. അവിടെ റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിംഗ് കഴിഞ്ഞ് ലൈൻ മാർക്കിങ്ങുകളൊക്കെ ചെയ്തിരിക്കുന്നതായി കാണാം. അതിൽ പല ഭാഗങ്ങളിലും ഇപ്പോൾ വിള്ളലുകൾ വീണിരിക്കുകയാണ്. ഇനി സർവീസ് റോഡ് വഴി നേരെ കൊട്ടിയം ഭാഗത്തേക്ക് പോകാം. ഇവിടെയൊക്കെ ആറിവാൾ പാനൽ നോക്കുകയാണെങ്കിൽ നല്ല ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പല ഭാഗങ്ങളിലും അപകടാവസ്ഥയിലാണ്. ഇതിൻ്റെ താഴെക്കൂടെ പോകുമ്പോൾ തന്നെ ഭീകരമായ ഒരവസ്ഥയാണ്. സർവീസ് റോഡിന് തീരെ വീതി കുറവാണ്. എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനൊന്നും ഇവിടെ കഴിയുകയില്ല. പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചെങ്കിലും അത് റോഡിനോട് ചേർന്ന് തന്നെയാണ് വീണ്ടും നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് യാതൊരുവിധ സൗകര്യവുമില്ല. പല ഭാഗങ്ങളിലും കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളും പരിമിതമാണ്. അതിൽ തന്നെയാണ് ഇലക്ട്രിക്കൽ പോളുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. സർവീസ് റോഡിൽ താറിട്ട ഭാഗവും ഓടയുടെ ഭാഗവും ചേർന്നാണ് മൊത്തത്തിലുള്ള സർവീസ് റോഡ് വരുന്നത്, 2 വരിയായി. ഇപ്പോൾ നടപ്പാത ഇല്ലാതെ വരുന്ന ഭാഗങ്ങളൊക്കെ എത്തുമ്പോൾ ജനങ്ങൾ ഓടയുടെ മുകളിലൂടെയാണ് നടക്കുന്നത്. അത് വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകും. ഇത് കൊട്ടിയത്ത് നിർമ്മിച്ച ഫ്ലൈ ഓവറിൻ്റെ ഭാഗമാണ്. ഇതിൽ 4 ഓപ്പണിങ്ങുകളാണുള്ളത്. 3 ഓപ്പണിങ്ങുകളും ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുകയാണ്. അകത്തെ ടാറിംഗ് വർക്കുകൾ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. അവസാനത്തെ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് പ്രവൃത്തികൾ ആരംഭിച്ചാണ്. ഇപ്പോൾ പൂർണ്ണമായും നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ ഇത്തിക്കര വരെ പോയി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇത് സിതാര ജംഗ്ഷനിൽ നിർമ്മിച്ചിരിക്കുന്ന എൻട്രി പോയിൻ്റാണ്. വലിയ അപകടം പതുങ്ങിയിരിക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ക്രാഷ് ബാരിയറൊക്കെ റോഡിൻ്റെ മധ്യഭാഗത്തേക്ക് തള്ളിയിരിക്കുകയാണ്. ഇവിടെ ഒരു സിഗ്നൽ മാർക്കുകളൊക്കെ കറക്റ്റായി കൊടുത്തിട്ടില്ല.
എൻട്രി പോയിൻ്റ് എക്സിറ്റ് പോയിൻറ്റും വരുന്ന ഭാഗമാകുമ്പോൾ 2 വരിയായിട്ടുള്ള റോഡ് ചുരുങ്ങി 1 വരിയായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഓടയുടെ ഭാഗം മാത്രമേ കാണുകയുള്ളൂ. ഇത് മൈലക്കാട് അപകടം നടന്ന ഭാഗമാണ്. ഇവിടെ ഇത്രത്തോളം ആറിവാൾ പാനലുകളും മണ്ണും നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇടവിട്ടുള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ സോയിൽ ടെസ്റ്റിംഗ് ഒക്കെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അംഗീകാരം കിട്ടുന്നതനുസരിച്ചായിരിക്കും ഇവിടെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ പുരോഗമിക്കാൻ സാധ്യത. ഇപ്പോൾ ഇവിടെ വർക്കുകളൊന്നും നടക്കുന്നില്ല. ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്നത് മൈലക്കാട് ജംഗ്ഷൻ ഭാഗത്തേക്കാണ്. ഇത്തിക്കരയ്ക്കും മൈലക്കാടിന് ഇടയ്ക്കുള്ള സർവീസ് റോഡിന് അല്പം കൂടി വീതിയുണ്ടായിരുന്നു എങ്കിൽ ആദിച്ചനല്ലൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിലൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ മൈലക്കാട് ചെന്ന് അവിടെ നിന്ന് വേണമെങ്കിലും കൊട്ടിയത്തേക്ക് പോകാവുന്നതാണ്. ഇവിടെ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് സെക്കൻഡ് ലെയർ താറങ്ങി കഴിഞ്ഞ് ലൈൻ മാർക്കിങ്ങുകളൊക്കെ ചെയ്തിട്ടിരിക്കുന്നതായി കാണാം. ഇവിടെ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും സർവീസ് റോഡ് അല്പം ഉയർന്നാണ് പോകുന്നത്. ആദിച്ചനല്ലൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് കൊട്ടിയത്തേക്ക് പോകണമെങ്കിൽ ചാത്തന്നൂർ കറങ്ങി മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. പഴയ ഇത്തിക്കര പാലം സർവീസ് റോഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദിച്ചനല്ലൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഒരു പാലം വഴി ചാത്തന്നൂർ ഭാഗത്ത് വന്ന് യൂട്ടേൺ എടുത്ത് മെയിൻ റോഡിലേക്ക് പ്രവേശിച്ച് വേണം കൊട്ടിയത്തേക്ക് പോകാനുള്ളത്. അതിനു പകരം ഇത്തിക്കര നിർമ്മിക്കുന്ന അടിപ്പാത അല്പം കൂടി വലുതായി നിർമ്മിച്ചാൽ അതിൽ കൂടി എല്ലാ വാഹനങ്ങൾക്കും കടന്നു പോകാവുന്നതാണ്. കൂടാതെ സർവീസ് റോഡുമായി ഒരു കണക്ടിവിറ്റിയും ചെയ്യേണ്ടതാണ്. പുതുതായി നിർമ്മിച്ചിരിക്കുന്ന പാലങ്ങൾ പഴയ പാലത്തിന് സമാന്തരമായി വളരെ താഴ്ത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ദീർഘവീക്ഷണമില്ലാതെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. കുറച്ചുകൂടി ഉയരത്തിലാണ് ഈ പാലങ്ങൾ നിർമ്മിച്ചിരുന്നെങ്കിൽ ഈ പാലത്തിൻ്റെ അടിഭാഗത്തുകൂടി ഒരു യൂട്ടേൺ കൊടുത്തിരുന്നെങ്കിൽ സുഗമമായി വാഹനങ്ങൾക്ക് കറങ്ങി കൊട്ടിയം ഭാഗത്തേക്ക് പോകാമായിരുന്നു. പല ഭാഗങ്ങളിലും പൊതുജനങ്ങൾ സമരം ചെയ്തും പ്രക്ഷോഭം നടത്തിയുമൊക്കെയാണ് അടിപ്പാതകൾക്ക് അംഗീകാരം ലഭിക്കുന്നത്. എന്നാൽ ഈ ലഭിക്കുന്ന അടിപ്പാതയുടെ സൈസോ അതിൻ്റെ DPRO അതിൻ്റെ ഡീറ്റെയിലുകളോ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല. വീണ്ടും നിർമ്മാണം തുടങ്ങുമ്പോൾ മാത്രമാണ് അതിൻ്റെ അപാകതകൾ മനസ്സിലാവുന്നത്. വീണ്ടും നിർമ്മാണ പ്രവൃത്തികൾ അവിടെ വച്ച് നിർത്തുകയാണ്. നാഷണൽ ഹൈവേയുടെ മറ്റു ഭാഗങ്ങളിലെ വർക്ക് അപ്ഡേറ്റുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.